സമസ്തയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. സമസ്തയ്ക്കുള്ളിൽ സമാന്തര കമ്മിറ്റി രൂപീകരിച്ച് ലീഗ് അനുകൂലികൾ. സമസ്ത ആദർശ സംരക്ഷണ കമ്മിറ്റി എന്ന പേരിലാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ വിഭാഗീയതയല്ല ലക്ഷ്യമെന്നും ലീഗ് നേതാവും സമസ്ത അംഗവുമായ മായിൻ ഹാജി പറഞ്ഞു. ഉമർ ഫൈസിക്കെതിരായ നടപടി വേണമെന്നും സമസ്ത നേതൃത്വം നടപടിയെടുക്കുമെന്നാണ് വിശ്വാസമെന്നും മായിൻ ഹാജി പറഞ്ഞു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, പാണക്കാട് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല ഉമർ ഫൈസിക്കെതിരെ. ആ വിഷയത്തിലാണോ ഇപ്പോൾ ഒരു സമാന്തര കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ലീഗ് അനുകൂലികൾ, സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂലികൾ നീങ്ങിയിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമസ്തക്കുള്ളിലെ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമർ ഫൈസിയുടെ വിഷയം അതിൽ ഒരു വിഷയം മാത്രമാണ്. മറ്റ് CAC വിഷയമടക്കം ഇതിൽ പ്രധാനമാണ്. അന്ന് മുതൽ തന്നെ ഈ സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാണ് ഇപ്പോൾ ഉമർ ഫൈസി പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശമടക്കം ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അത് ഒരു സമാന്തര സംഘടനയിലേക്ക് തന്നെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ നീങ്ങുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമസ്ത ആദർശ സംരക്ഷണ കമ്മിറ്റി എന്ന രീതിയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതൊരു അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചത്. താൽക്കാലിക പ്രവർത്തനത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. അത് ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ തങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ലീഗ് നേതാവ് മായിൻ ഹാജി, SYS നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂരടക്കം നിരവധി സമസ്തയിലെയും ലീഗിലെയും നേതാക്കളടക്കം പങ്കെടുത്ത ഒരു സമ്മേളനമാണ് അല്പം മുമ്പ് കോഴിക്കോട് സമാപിച്ചത്. പ്രധാനമായും ഈ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പാണക്കാട് തങ്ങൾക്കെതിരായ നിരവധി പരാമർശങ്ങൾ വരുന്നു. അതിൽ കൃത്യമായി സമസ്ത നടപടിയെടുക്കുന്നില്ല. അതിൽ ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കണം തങ്ങൾ ഒരു വട്ടം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിൽ നടപടിയെടുത്തിട്ടില്ല. വീണ്ടും തങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞ് ഇന്ന് നടന്ന സമ്മേളനത്തിൽ വീണ്ടും ഉമർ ഫൈസിക്കെതിരെ ഇത്തരത്തിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യ വിവാദമാണ്. പരസ്യ വിവാദത്തിനെതിരെയും ഇന്ന് ഈ സമ്മേളനത്തിനിടയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പല വിഷയങ്ങളിലും സമസ്തക്കുള്ളിൽ പല വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങൾ സമാന്തരമായ ഒരു പ്രശ്നം, അതായത് ഈ പ്രശ്നം പരിഹാരം കഴിയുന്നതുവരെ ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന രീതിയിൽ സമസ്ത ആദർശ സംരക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കും എന്നുള്ള കാര്യം അറിയിച്ചത്. നേരത്തെ ക്വാസി ഫൗണ്ടേഷൻ എന്ന രീതിയിൽ മഹല്ലുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് കീഴിൽ ക്വാസി ഫൗണ്ടേഷൻ പ്രവർത്തനം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് മദ്രസകളെയും മഹല്ലുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു കമ്മിറ്റി കൂടി വരുന്നത്. ഇതൊരു അഡ്ഹോക് കമ്മിറ്റിയാണ്, താൽക്കാലിക കമ്മിറ്റിയാണെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി അത് സമാന്തര സംഘടനയാണെന്ന് പറയേണ്ടി വരും. ഈ മഹല്ലുകളുടെയും മദ്രസകളുടെയും കാര്യത്തിലെല്ലാമുള്ള ആശങ്ക ഇവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങൾ, അതായത് മഹല്ലുകളിൽ അടക്കം നടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ഇടപെടുമ്പോൾ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമാന്തര കമ്മിറ്റിയോട് സമസ്തയുടെ പ്രതികരണം വരുന്നുണ്ടോ? ഇപ്പോൾ അവരുടെ സമീപനം എന്താണ്? ആ ഒരു പ്രതികരണം നിലവിൽ വന്നിട്ടില്ല. കാരണം അല്പം മുമ്പ് ഇത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ സമസ്ത ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ നാളെയോടുകൂടിയോ മറ്റേതെങ്കിലും പൊതുയോഗങ്ങളോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സമസ്ത ഏത് തരത്തിൽ, പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഏത് തരത്തിൽ കാണുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ ജിഫ്രി തങ്ങൾ വന്നത് മുതലാണ് ഈ സമസ്തയിലെ ലീഗ് അനുകൂലികൾ തമ്മിലുള്ള ഒരു അകൽച്ച വർദ്ധിച്ചത്. അത് പല കാര്യങ്ങളും CAC വിഷയമടക്കം നേരത്തെ സൂചിപ്പിച്ച ഉമർ ഫൈസിക്കെതിരായ നടപടിയടക്കം വന്ന സമയത്തും അത് തെറ്റാണെന്ന്, ഉമർ ഫൈസിയുടെ പ്രസ്താവന തങ്ങൾക്കെതിരായ പ്രസ്താവന തെറ്റാണെന്ന് പറയുമ്പോൾ പോലും ഒരു നടപടി ജിഫ്രി തങ്ങളുടെ ഭാഗത്തുനിന്നോ സമസ്ത മുഷാവറയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ആദർശ കമ്മിറ്റി രൂപീകരിക്കുന്നു പറയുന്നു. ആ കമ്മിറ്റിയുള്ള തങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ സമസ്തയോടുള്ള ഒരു പ്രതികരണം എന്താകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത് നാളെയോടുകൂടി വരും. എന്തായാലും ഈ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല. കൂടുതൽ സമസ്തകളിൽ വിഭാഗീയത വർദ്ധിക്കുന്നു എന്ന് വേണം ഇന്ന് നടന്ന സമ്മേളനത്തിലെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഇപ്പോൾ സമാന്തര കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. എന്തായിരിക്കും സമസ്തയുടെ പ്രതികരണം എന്നാണ് ഇനി അറിയേണ്ടത്. ആഷിഖ് റഹ്മാൻ കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.